ദുർമാർഗിയെങ്കിലും വഴിതെറ്റി വന്ന വെറും ഒരു സന്ദർശകനല്ല ഇതെന്ന് ദാദാമൂളയ്ക്ക് മനസ്സിലായി. കുളം കലക്കാൻ ആരോ അയച്ചതു തന്നെയാണ്. ദാദാമൂളെ നൃത്തവേദിയിലെ സ്ത്രീകളോട് ഒഴിഞ്ഞു പോയിക്കൊള്ളാൻ ആംഗ്യം കൊണ്ട് ഉത്തരവിട്ടു. സ്ഥലം വിടുന്ന പ്രമീളയെ പക്ഷേ ചിന്തു പിടികൂടി. പ്രമീള കുതറി. ചിന്തു പ്രമീളയുടെ മുടി കൂട്ടിപ്പിടിച്ച് അടക്കി നിർത്തി ചിരിച്ചു. മൂളെ അനങ്ങിയില്ല. അതേ നിൽപ്പിൽ നിന്നു. ഗോപികമാർ അരികും മൂലയും പറ്റി. ചിന്തു പ്രമീളയുടെ ഒറ്റച്ചേല വലിച്ചഴിക്കാൻ നോക്കി. എതിർത്തപ്പോൾ കൈപിടിച്ച് പിരിച്ചൊടിക്കാൻ ശ്രമിച്ചു. ഒരു വൃദ്ധന് ഒരിക്കലും സാധിക്കാത്തത്ര വേഗത്തിൽ ദാദാമൂളയുടെ ഇടതുകൈ ഒന്ന് ചുറ്റിക്കളിച്ചു. അത്ര തന്നെ വേഗത്തിൽ ചിന്തുവിൻ്റെ വലതുകൈ വായുവിൽ നിന്ന് എന്തോ പിടിച്ചെടുക്കുകയും ചെയ്തു. എനിക്ക് ഗോലി കളിക്കുന്ന പ്രായമെല്ലാം കഴിഞ്ഞു കാരണവരെ, ചിന്തു പറഞ്ഞു. തലയ്ക്ക് ഉന്നം വെച്ച് എറിഞ്ഞ ഗോലിയാണ്. കൊണ്ടിരുന്നെങ്കിൽ ഉടൻ വീണേനെ. അത് പിടിച്ചെടുക്കാൻ കഴിയുന്നവൻ അത് തിരികെ പ്രയോഗിക്കുമെന്ന് ദാദാമൂളെ പ്രതീക്ഷിച്ചു. ഞൊടിയിടയിൽ അത് സംഭവിക്കുകയും ചെയ്തു. നിവർത്തിപ്പിടിച്ച കൈ ചുരുങ്ങിയതോ മടങ്ങിയതോ ചുഴറ്റിയതോ കാണാൻ കഴിയുന്നതിനു മുമ്പ് ആ ഗോലി വെടിയുണ്ട പോലെ ദാദാമൂളയുടെ നേർക്ക് പാഞ്ഞു ചെന്നു. ഇടത് കൈകൊണ്ട് മൂളെ അത് പിടിച്ചെടുത്തു. ചിന്തു പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് പേരൊന്നു പറ. പോലീസ് ചോദിക്കുമ്പോൾ മറുപടി എന്തെങ്കിലും കൊടുക്കണമല്ലോ. കുഴഞ്ഞയഞ്ഞ ആ നിൽപ്പു തന്നെ നിന്നതേയുള്ളൂ ദാദാമൂളെ. നീ ഒരു ശക്തനാണ്, സംശയമില്ല. ദൈവം തന്ന ശക്തി തൻ്റെയിടത്തോടെയല്ലേ ഉപയോഗിക്കാവൂ. പണത്തിനായോ അനീതിക്കനുകൂലമായോ ഉപയോഗിക്കരുതെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതൊക്കെ പണ്ട്. താൻ പോയി വാതിൽക്കലിരി. ചിന്തു വീണ്ടും സ്ത്രീകളുടെ നേരെ തിരിഞ്ഞു. ദാദാമൂളയുടെ ഇടത് കൈ ഒന്നുകൂടി ചലിച്ചു. നടത്തം നിർത്താതെ തന്നെ ചിന്തു അതും പിടിച്ചു. പക്ഷേ ഇത്തവണ ചിന്തുവിൻ്റെ കണക്കു തെറ്റി. അത് ഗോലിയായിരുന്നില്ല, ഒരു കത്തിയലകായിരുന്നു. 3.5 ഇഞ്ച് നീളമുള്ള, ഇരുവശവും ഇരുതലയും മൂർച്ചയുമുള്ള ഒരു അപൂർവായുധം. ചിന്തുവിൻ്റെ കൈപ്പത്തി തുളഞ്ഞുപോയി. മുള്ളു തറച്ചതുപോലെ തറച്ച കത്തിയലക്ക് ഊരാതെ ചിന്തു മൂളയുടെ നേരെ തിരിഞ്ഞു. വേദനയുടെ പൊടി പോലും അവൻ്റെ മുഖത്തു കണ്ടില്ല. വെടിയേറ്റ പുലിയുടെ ഭാവം. അവൻ്റെ ചുണ്ടുകൾ വലഞ്ഞു മുറുകി. വെളുത്ത പല്ലുകളുടെ മേൽനിര കാണാമെന്നായി. അവൻ മൂളയുടെ നേർക്ക് അടിവച്ചടിവച്ച് നീങ്ങി, ചാടാൻ തക്കം നോക്കി നിൽക്കുന്ന ഈറ്റപ്പുലിയെപ്പോലെ. സ്ത്രീകൾ ഭഗവാനെ വിളിച്ചു കരഞ്ഞു. ചിന്തു മൂളയുടെ നേർക്കു ചാടി. വായുവിൽ ഒരു തിളക്കം കണ്ടു. അവൻ്റെ വലതുകൈയിലെ ക്ഷൗരക്കത്തിയുടെ തിളക്കം. ദാദാമൂളെ ഒഴിഞ്ഞു. കോഴിപ്പോരുപോലെ ആയി. ഒരു കോഴിയെ കൊത്തുന്നുള്ളൂവെന്നു മാത്രം. ചിന്തു അനങ്ങിയാൽ ദാദ ഒഴിഞ്ഞു. പക്ഷേ ചിന്തുവിൻ്റെ കത്തി തട്ടിത്തെറിപ്പിക്കാൻ കഴിഞ്ഞില്ല. തറച്ചു കയറിയ കത്തിയോടുകൂടി ഇടതുകൈ അവൻ ഉപയോഗിച്ചു. ഇടതു പോക്കറ്റിൽ നിന്ന് രണ്ടാമതൊരു ക്ഷൗരക്കത്തി വെറും 2 വിരലുകൊണ്ടെടുത്ത് ചാട്ടുളിയുടെ വേഗത്തിൽ കൊത്തി. കൊത്ത് മൂളയുടെ വയറ്റത്ത് കൊണ്ടു. വെള്ളം നിറച്ച സഞ്ചി കീറിയതുപോലെ വയർ പിളർന്ന് കുടൽമാല പുറത്തു ചാടി. കൂടെ രക്തവും. ദാദാമൂളയുടെ മുഖത്ത് അവിശ്വസനീയത നിഴലാടി. കറിക്കത്തിയുമായി ചിന്തുവിൻ്റെ പിന്നിൽ ഭാമ എത്തിയില്ലായിരുന്നുവെങ്കിൽ ചിന്തു വീണ്ടും ദാദയെ കൊത്തുമായിരുന്നു. പിന്നിലെ ചലനം ചിന്തുവിൻ്റെ ശ്രദ്ധയാകർഷിച്ചു. ഒരു കൈകൊണ്ട് വയറമർത്തിപ്പിടിച്ച ദാദയിൽ നിന്ന് കണ്ണെടുക്കാതെ ക്ഷൗരക്കത്തിയുമായി ചിന്തു ഭാമയെ നേരിട്ടു. ഭാമ പിൻവാങ്ങി. ചിന്തു മുന്നേറി. കുഴഞ്ഞു വീഴാൻ തുടങ്ങുകയായിരുന്നു ദാദയെങ്കിലും ദാദയുടെ ഇടത് കൈ ഒരിക്കൽ കൂടി ചലിച്ചു. അത് കത്തിയായിരുന്നു. അരയിലെ ഉറയിൽ കിടന്ന കത്തി. അത് ചിന്തുവിൻ്റെ ഇടതുവാരിയലിൽ തുളഞ്ഞു കയറി പിടിവരെ. ഞെട്ടിത്തിരിഞ്ഞെങ്കിലും അതിനപ്പുറം ഒരടി നീങ്ങാൻ ചിന്തുവിന് കഴിഞ്ഞില്ല. കുനിഞ്ഞിരിക്കുകയും പിന്നെ കിടക്കുകയും ചെയ്യുന്നതിനിടയിൽ മൂളെ സാഹേബ് വേദനയോടെ പറഞ്ഞു, വേണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ
ഭഗവാൻ അനുവദിച്ചില്ല. ചിന്തു നിമിഷങ്ങൾക്കകം മരിച്ചു. ദാദയെ ആശുപത്രിയിലെത്തിച്ചു. പക്ഷേ ഏതാനും മണിക്കൂറുകൾക്കകം ദാദയും മരിച്ചു. ദാദ മരിക്കുമ്പോൾ ഗോപികമാരെല്ലാം ആശുപത്രിയിലുണ്ടായിരുന്നു. ആരും കരയരുതെന്ന് ദാദ പറഞ്ഞു. പക്ഷേ എല്ലാവരും കരഞ്ഞു. പോലീസുകാരുടെ ചോദ്യങ്ങളിൽ നിന്നാണ് അവർക്കു മനസ്സിലായത് ദാദയോട് ഏറ്റുമുട്ടി മരിച്ചത് പ്രസിദ്ധനായ ചിന്തുവായിരുന്നുവെന്ന്. പിറ്റേന്ന് അതൊരു വലിയ പത്രവാർത്തയായി. നിരവധി കൊലപാതകങ്ങൾക്ക് ഉത്തരവാദിയും അധോലോകത്തിലെ മുടിചൂടാമന്നനുമായ ചിന്തു ദാദ എന്നറിയപ്പെടുന്ന ചിന്താമണി ആപ്തെ കത്തിക്കുത്തേറ്റ് മരിച്ചു. പ്രതിയോഗി ചിന്തുവിനാലും കൊല്ലപ്പെട്ടു. നഗരവാസികൾ ആശ്വാസത്തിൻ്റെ നെടുവീർപ്പിട്ടു. പക്ഷേ ഗോപികമാരുടെ ദുരവസ്ഥ തുടങ്ങിയതേയുള്ളൂ. സംരക്ഷണമില്ലാതെ ഒരു ദിവസവും ആ തെരുവിൽ ജീവിക്കാൻ കഴിയില്ല. എതിർവീടിൻ്റെ ഉടമസ്ഥൻ തക്ക സമയത്ത് കാര്യം കാണാൻ ശ്രമിക്കുകയുമായി.